ഇത്രയുള്ള ഗീത ദാമോദരൻ ദാമോദരൻ രാവിലെയാണോ ഇന്നലത്തെ നിമിഷമാണോ എപ്പോഴാണെന്നറിയില്ല, ഞാൻ ദാനധർമ്മം ചെയ്തപ്പോൾ രാജശ്രീ എസിനാണ് ഞാൻ ദാനധർമ്മം ചെയ്തത്. ഇപ്രാവശ്യം കൂട്ടി 2ാം തവണയാണ് ദാനധർമ്മം ചെയ്തത്. അപ്പോ ദാനധർമ്മം ചെയ്തപ്പോഴേ അവിടെ നിന്നും വന്നൊരു കമന്റ് ഇപ്രകാരമാണ്. കമന്റ് മീൻസ് എഴുത്ത് സന്ദേശം ഇപ്രകാരമാണ്: നാഗ, ഞാൻ തരുന്നത് എനിക്ക് മടക്കി വേണ്ട. ഒരു സന്തോഷത്തിന് വേണ്ടി തരുന്നതോ ചെറിയ തുകയല്ലേ ഞാൻ തരുന്നുള്ളൂ. ഇപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിൽ ഉള്ളൂ. ഞാൻ വരുന്നുണ്ട് ഒരു ദിവസം. നാഗ എനിക്ക് വരുന്ന വഴിയൊന്ന് പറഞ്ഞു തരണം. നാഗയ്ക്ക് ഒരു ഡ്രസ് വാങ്ങി തരണമെന്നുണ്ട്. എന്ത് കളറാണ് വേണ്ടത്? കാഷായ കളറാണോ ബ്ലാക്ക് ആണോ വേണ്ടത്? അത് കൂടി പറയണേ. എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ഇത്. ഇതിൽ നാഗയുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ ഉള്ള വഴി ഒന്ന് ഇട്ടേക്കണേ. സന്തോഷമായിട്ട് ഇരിക്കും എപ്പോഴും. അപ്പോഴതാണ് രാജശ്രീ തൻ്റെ എഴുത്തിലൂടെ കത്തിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത്. രാജേഷ് ഇതില് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോഴ് രാജശ്രീ പറയുന്നു, നാഗ, ഞാൻ തരുന്നത് എനിക്ക് മടക്കി വേണ്ട. രാജശ്രീ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ കുറെ ആളുകള് ഈ ദാനധർമ്മം എന്താണ്, ബാങ്കിങ് എന്താണ് എന്ന് കരുതി വെറുതെ എനിക്ക് ദാനധർമ്മം പൈസ ഇട്ട് തരുന്നുണ്ട്. അപ്പൊ ഇത് എന്തിനു വേണ്ടി എന്നൊന്നും അറിയാൻ കഴിയാതെയാണ് നിങ്ങൾ അതൊക്കെ തന്നെ ചെയ്യുന്നത്. അറിവില്ലാതെ. സാരമില്ല. എൻ്റെ ഓരോ ലൈവ് വീഡിയോയിലൂടെയും ഞാനിത് പറയുമ്പോഴൊക്കെയും നിങ്ങളത് ശ്രദ്ധയോട് കേൾക്കുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ അത് അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കിതിലൂടെയൊക്കെ മനസ്സിലായിട്ടുള്ളത്. രാജശ്രീ എനിക്ക് ദാനധർമ്മം ചെയ്യുമ്പോൾ അത് ഞാൻ സ്വീകരിക്കുകയാണ്. പിന്നീട് ഞാൻ അങ്ങോട്ട് തരുന്നത് അത് തിരിച്ചു തരുന്നതല്ല. എത്രയോ ആവർത്തി ഞാനിത് പറഞ്ഞതാണ്. അത് ഞാൻ തിരിച്ചു തരുന്ന കാശല്ല. നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്നത് പോലെ ഞാനും ദാനധർമ്മം ചെയ്യുന്നു. നിങ്ങൾ ബാങ്കുകളിൽ കളിക്കും പോലെ ഞാനും ഇവിടെ അതുപോലെ ചെയ്യുന്നു. ഞാനും രാജശ്രീ മാത്രമുള്ള കൊടുക്കൽ വാങ്ങലുകളാണിത്. ഇതിൽ മറ്റാരും തന്നെ ഇല്ല. മനസ്സിലായോ? അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഞാനിത് തിരിച്ചു തരുന്നതല്ല. ഒന്നത്.
ചെറിയ തുകയല്ലേ ഞാൻ തരുന്നുള്ളൂ, ഇപ്പോൾ അതൊക്കെ ഉള്ളൂ എന്റെ കയ്യിൽ എന്നും കൂടി രാജശ്രീ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്.